എന്തുകൊണ്ട് റൗൾ കാസ്ട്രോ എന്ന ചോദ്യം ഉയരാം. മുൻ പ്രസിഡന്റ് എന്നതിലുപരി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഏറ്റവും ശക്തമായ മുഖം തന്നെയാണ് റൗൾ. ക്യൂബൻ വിപ്ലവത്തിന്റെ ജീവിച്ചിരിക്കുന്ന പ്രതീകം. ഫിഡൽ കാസ്ട്രോയ്ക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കുന്നതും റൗളിനെയാണ്. 2021 ക്യൂബൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രതീകമാണ് ഈ 94കാരൻ. ക്യൂബൻ സൈന്യത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും റൗളിന് ഇപ്പോഴും സ്വാധീനമുണ്ടെന്ന് US വിലയിരുത്തുന്നുണ്ട്. അതിനാൽ റൗളിനെതിരായ US നീക്കം വ്യക്തിപരമായ നടപടിയായി മാത്രം കാണാനാവില്ല. ക്യൂബൻ വിപ്ലവ പാരമ്പര്യത്തെയും ഭരണ സംവിധാനത്തെയും തന്നെയാണ് US ലക്ഷ്യമിടുന്നത്. 1959 ഫിഡൽ കാസ്ട്രോയിലൂടെ സ്ഥാപിതമായ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ഇല്ലാതാക്കുക തന്നെയാണ് US ലക്ഷ്യം. ജനുവരിയിൽ വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടിയ സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെ അടുത്തത് ക്യൂബയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു. അതിനാൽ ഇപ്പോൾ റൗളിനെതിരെ തുടക്കമിട്ടിരിക്കുന്ന നിയമ നടപടി രാഷ്ട്രീയ സൈനിക സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമാണെന്നതിൽ സംശയം വേണ്ടതില്ല. നിയമ നടപടികളുടെ പേരിൽ ക്യൂബയെ രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുത്തി ആഭ്യന്തര കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാം എന്നാകും ട്രംപ് ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ. ക്യൂബ വിമോചിക്കപ്പെടുന്നു എന്ന തരത്തിൽ ട്രംപ് അനുയായികളിൽ നിന്ന് ഉയരുന്ന പ്രതികരണങ്ങളെയും ഇതിനോട് ചേർത്ത് വായിക്കണം. ക്യൂബ സൈനിക ഡ്രോണുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ഗോണ്ടനാമ ബേയിലെ US നാവികത്താവളം, സൈനിക കപ്പലുകൾ, ഫ്ലോറിഡയിലെ കീ വെസ്റ്റ് എന്നിവിടങ്ങളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായും US മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് ക്യൂബൻ പ്രസിഡന്റ് മിഗുവൽ ഡിയാസ് കാനൽ തള്ളിയിരുന്നു. റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ്. ക്യൂബയിൽ സൈനിക ഇടപെടലുണ്ടായാൽ ന്യായീകരിക്കാൻ US കെട്ടിച്ചമച്ച കഥ മാത്രമാണത്. പട്ടിണിയും പ്രതിസന്ധിയുമാണെങ്കിലും US മുന്നിൽ അടിയറവ് പറയില്ല. ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടിക്ക് മുതിരുന്നത് വലിയ രക്തച്ചൊരിച്ചിലിന് കാരണമാകുമെന്നും മിഗുവൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US ഏതൊരു നീക്കത്തിനും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് വ്യക്തം. മേഖല മറ്റൊരു യുദ്ധത്തിന് കൂടി വേദിയാകുമോ എന്ന ആശങ്ക ലോക സമൂഹത്തെയും ബാധിച്ചിരിക്കുന്നു.